ക്രെഡിറ്റ് അവകാശപ്പെടാൻ നിരവധി പേർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും UDFന്റെ ഈ ഡബിൾ വിജയത്തിലും അതുപോലെ തന്നെ ചേലക്കരയിലെ LDFന്റെ വിജയത്തിലും ക്രെഡിറ്റ് ആർക്കൊക്കെയാണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. ആദ്യം ശ്രീ യുവരാജ് ഗോകുൽ, എന്തായാലും BJPക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ഒരു ജയത്തോടെ ഇവിടെ വന്നിരുന്ന് ആ ജയത്തിൽ ആഹ്ലാദിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് താങ്കളുടെ ഒരു അനുമാനം? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം BJP വളരെ കൃത്യമായിട്ട് ഗ്രൗണ്ട് വർക്ക് നടത്തുകയും വളരെ നേരത്തെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിക്കുകയും ഗംഭീരമായി തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വോട്ട് എന്ന് പറയുന്ന ഒരു വോട്ടുണ്ടല്ലോ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി ലഭിക്കേണ്ടുന്ന ഒരു വോട്ടുണ്ട്. ആ വോട്ടിലേക്ക് നമുക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം BJPയുടെ അടിസ്ഥാനപരമായ വോട്ട്, കോർ വോട്ടുകൾ ഉറപ്പിച്ച് നിർത്തുന്നതിനും ഇപ്പോൾ 2016 ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് 40,076 വോട്ടുകളോ മറ്റോ ആണ് ലഭിച്ചിരിക്കുന്നത്. അതിനോടടുത്ത് നിൽക്കുന്ന 500 വോട്ടുകളുടെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനോട് അടുത്ത് നിൽക്കുന്ന തലത്തിൽ തന്നെ പ്രകടനത്തിന് നമുക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി നമ്മുടെ വോട്ടുകൾ മറ്റെങ്ങും തന്നെ പോയിട്ടില്ല. പക്ഷേ ഈ ശ്രീധരൻ സാറ് മത്സരിക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ വോട്ടുകളിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടിയിട്ട് ഇത്തവണത്തെ സാഹചര്യങ്ങളിൽ എത്തിയിട്ടില്ല എന്നാണ് ഈ റിസൾട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ വിശകലനങ്ങളും പഠനങ്ങളും തന്നെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ പാലക്കാട് നഗരസഭ അവിടെ വിജയിക്കാൻ കഴിഞ്ഞാൽ, അവിടെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞാൽ BJPക്ക് ഒരു കൈ നോക്കാമായിരുന്നു. അത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ ചിലപ്പോൾ അടിപതറിയേനെ ബാക്കി 3 പഞ്ചായത്തുകളിലും പിന്നോട്ട് പോവുകയും അവിടെ UDF ഇത്തവണ കൂടുതൽ വോട്ടുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പാലക്കാട് നഗരസഭയിൽ പിന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ ഒന്ന് പൊരുതി നോക്കുവാൻ പോലും BJPക്ക് സാധിച്ചില്ല എന്നാണ്. അപ്പോൾ അവിടെയുള്ള ബേസ് വോട്ടുകൾ തന്നെ ഒഴുകി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് കൃത്യമായ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഒന്നുകിൽ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള വികാരം, അല്ലെങ്കിൽ BJP നേതൃത്വത്തോടുള്ള എതിർപ്പ്. ഇതെല്ലാം അവിടെ പ്രതിഫലിക്കുന്ന ഘടകങ്ങളാകുമല്ലോ. അല്ല, പരിപൂർണമായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല മഞ്ജുഷ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 6 റൗണ്ട് വരെയാണ് നഗരസഭ എണ്ണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പഞ്ചായത്തുകളിലേക്ക് വോട്ടെണ്ണൽ കിടക്കുന്നത്. 8 റൗണ്ടിന്റെ പകുതി വരെയും. ഈ 6 റൗണ്ട് 7 റൗണ്ട് അവസാനിക്കുന്ന സമയത്തും നേരിയ ലീഡ് ഉണ്ടായിരുന്നത് BJPക്ക് ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ 1ാം റൗണ്ടിന് ശേഷം 3ാം റൗണ്ട് 4ാം റൗണ്ട് എത്തുമ്പോഴാണ് UDF ലീഡിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷേ 5ാം റൗണ്ട് 6ാം റൗണ്ട് എത്തുമ്പോഴേക്കും BJP ലീഡ് തിരിച്ചു പിടിക്കുന്നുണ്ട്. 7ാം റൗണ്ട് വരെയും ആ ലീഡ് നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 8ാം റൗണ്ട് പൂർത്തിയാകുമ്പോഴേക്കാണ് വീണ്ടും വലിയൊരു ലീഡിലേക്ക് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും പോകുന്നതായിട്ട് കാണുന്നത്. അതായത് BJPയുടെ ബേസ് വോട്ട് ശക്തി കേന്ദ്രം എന്ന് വിശ്വസിക്കുന്ന നഗരസഭാ മേഖലയിൽ എണ്ണിത്തീരുന്നത് വരെ BJPക്ക് ലീഡ് ഉണ്ടായിരുന്നു. അപ്പോ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു റൗണ്ടിൽ റൗണ്ട് മുതൽ തന്നെ അത് നഷ്ടപ്പെടുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. 3ലും 4ലും BJPക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1000 വോട്ടുകളുടെ ലീഡ് കഴിഞ്ഞ തവണ ഉണ്ടായതാണ്. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം അവിടെ വരുന്നത്. ഈ ശ്രീധരൻ നേടിയ വ്യക്തിപരമായ വോട്ടുകളാണ് BJPക്ക് 50,000 വോട്ടുകളിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഒരു വിമർശനം എന്നല്ല, അങ്ങനെ ഒരു അഭിപ്രായം തുടക്കം മുതൽ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതിന് വില നൽകിയിരുന്നില്ല BJP. അത് ശരിയാണ് തെളിഞ്ഞിരിക്കുകയാണല്ലോ. 10,000-ത്തിലധികം വോട്ടുകളുടെ കുറവാണ് പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ബേസ് ഔട്ട് അത്രയേ ഉള്ളൂ BJPക്ക് അവിടെയുള്ള ശക്തി എന്നതല്ലേ? ആവശ്യമില്ലാതെ ശക്തി കൂട്ടിക്കാണിച്ചതാണോ? അല്ല, അങ്ങനെയല്ല മഞ്ജുഷ. അതിനകത്ത് രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് വർക്കൗട്ട് ആവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അവിടെ ലഭിച്ചുകൊണ്ടിരുന്നതിനേക്കാളും വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ട്. എന്തുകൊണ്ടാണ്? ഈ ശ്രീധരൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിലേക്ക് കോൺഗ്രസ് വോട്ടുകൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട്, ഇടതുപക്ഷ വോട്ടുകൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ കോൺഗ്രസിന് ശക്തി ഉള്ളൂ എന്നുള്ളതല്ലല്ലോ അതിൻ്റെ അർത്ഥം. പല സാഹചര്യങ്ങൾ ഉണ്ടാകലുണ്ട്. ഇപ്പോൾ ഒരു നല്ല കാൻഡിഡേറ്റ് വരുന്ന സമയത്ത് ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ അർത്ഥം കൃഷ്ണകുമാർ മോശം കാൻഡിഡേറ്റ് ആണ് എന്നുള്ളതല്ല. ഈ ശ്രീധരൻ എന്ന് പറയുന്ന ആളുടെ വലിപ്പത്തിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്ന എത്ര വ്യക്തിത്വങ്ങളെ നമുക്ക് കേരളത്തിൽ അവതരിപ്പിക്കുവാൻ കഴിയും? ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ ആയിക്കൊണ്ട് പോട്ടെ, സാമൂഹിക രംഗത്തായിക്കൊണ്ട് പോട്ടെ, ഈ ശ്രീധരൻ എന്ന് പറയുന്ന പലതവണ അവിടെ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്.
ആ കാര്യം പാർട്ടി നേതൃത്വത്തിന് മുന്നിലും ചൂണ്ടിക്കാണിക്കപ്പെടുക ഉണ്ടായല്ലോ. പാർട്ടിയിൽ നിന്ന് തന്നെ അത്ര അഭിപ്രായം പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷന്റെ ഒരു കടുംപിടുത്തം അവിടെ വർക്കൗട്ട് ചെയ്തു, അത് പൊളിഞ്ഞ് പാളീസായി മാറിയിരിക്കുകയാണ്. മഞ്ജുഷ, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം കൃഷ്ണകുമാർ ഇപ്പൊ എല്ലാവരുടെയും ധാരണയാണ് കൃഷ്ണകുമാർ നിരവധി തവണ ഇവിടെ മത്സരിച്ചാണ്. അങ്ങനെയല്ല. കൃഷ്ണകുമാർ ആദ്യമായിട്ടാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നത്. 2016 വരെയും അദ്ദേഹം അവിടുത്തെ കൗൺസിലറാണ്. പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലമായ പാലക്കാട് മത്സരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ അദ്ദേഹത്തിന് മാറിക്കൊടുക്കേണ്ടുന്ന സാഹചര്യമായിരുന്നു. അദ്ദേഹം മലമ്പുഴയിലാണ് പോയി മത്സരിച്ചത്. 2021 അദ്ദേഹത്തിന് ആ മണ്ഡലം തിരിച്ചു കിട്ടും എന്നൊരു സാഹചര്യം വന്നപ്പോഴേക്കും ഈ ശ്രീധരൻ സാറിന്റെ പേര് വരികയുണ്ടായി. അപ്പോൾ ഈ ശ്രീധരൻ സാർ വരുന്ന സമയത്തും കൃഷ്ണകുമാറിന് അവിടെ നിന്ന് മാറി വീണ്ടും മലമ്പുഴയിലേക്ക് തന്നെ പോകേണ്ടി വന്നു. അദ്ദേഹത്തെ പോലെ നഗരസഭയുടെ ചെയർപേഴ്സൺ വരെയായ ഒരാൾക്ക് ഒരു തവണയെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ നിയമസഭയിൽ മത്സരിക്കുവാൻ ഒരു അവസരം കൊടുക്കുക എന്ന് പറയുന്നത്, പർട്ടിക്കുലർലി ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലൊരു സാഹചര്യം ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ പോലും നേടുവാനായിട്ട് കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല. ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾക്ക് അടുത്ത് തന്നെ അദ്ദേഹം വോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണല്ലോ BJP. പക്ഷെ ഇവിടെ കാലിടറി. അല്ല, അത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് എതിർ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളും പല ഫാക്ടേഴ്സ് അവിടെ വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇപ്പോൾ ഏതൊക്കെ മേഖല എന്നുള്ള നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ടതാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് തന്നെ അദ്ദേഹത്തിന് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് രാഷ്ട്രീയപരമായി BJPയുടെ വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. മറ്റൊന്നുമല്ല, കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾക്ക്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക്, അദ്ദേഹം കൂടി വർക്ക് ചെയ്ത് കയറ്റിക്കൊണ്ടുവന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അങ്ങനെ ഒരു നിയമസഭയിൽ ഒരു തവണയെങ്കിലും മത്സരിക്കുവാൻ അവസരം കൊടുത്തില്ല എന്ന് പറയുന്നത് ഒരു നീതികേടാണ്. കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ പോലുള്ളവർ പറയും അദ്ദേഹത്തെ പോലെ ഒരാളുണ്ടായിട്ട് അദ്ദേഹം മലമ്പുഴ പോയി ഇത്രയും വോട്ട് വർദ്ധിപ്പിച്ചിട്ട് വന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഇപ്പോൾ പാലക്കാട് അദ്ദേഹത്തിന് വോട്ട് വർദ്ധിപ്പിക്കാൻ 40,000-ന് മുകളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഇതേ കൃഷ്ണകുമാർ മലമ്പുഴ പോലെ ഇത്ര പോലും സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് 50,000-ലധികം വോട്ടുകൾ 2021 പിടിച്ച കാൻഡിഡേറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു മോശമായിട്ട് അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇത്രയും സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നീതിയാണ്, ഒരു ന്യായമാണ്. അത് മാത്രമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. TM ശശി, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ജയിപ്പിക്കാൻ വേണ്ടി, കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി BJP വോട്ട് മറിച്ചു എന്നുള്ളതാണല്ലോ. പക്ഷെ അത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ പ്രസ്താവന പറയുന്നത്? അത് ഇന്ന് EN സുരേഷ് ബാബു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, പറയുന്നത് കേട്ടു. സ്ഥാനാർത്ഥിയായ സരിൻ പറയുന്നത് കേട്ടു. അത് ഈ നഗരസഭയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, ആ അതിർത്തിയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അതിന് എന്ത് ലോജിക്കിന്റെ പിന്തുണയാണുള്ളത്? അവിടെ നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ ചെറിയ വർധനവാണ്, വളരെ ചെറിയ വർധനവാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് കിട്ടിയിരുന്നുണ്ട്. മുനിസിപ്പാലിറ്റി ഞങ്ങൾ താരതമ്യേന കുറവാണ്, മറ്റുള്ള കക്ഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കുറവാണ്. ഇവർ ഞങ്ങൾക്കെതിരെ ആരോപിച്ചുകൊണ്ടിരുന്നത്, സരിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സരിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഞങ്ങൾക്കെതിരെ ആരോപിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളിങ്ങനെ എന്തോ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി ചെയ്യണമെന്ന് തൊട്ടാണ് ഈ പാലക്കാട് മണ്ഡലത്തിലെ ഇത്രയും കുഴപ്പങ്ങൾ മുഴുവൻ ഇവരുണ്ടാക്കിയത്. അതിന്റെ പേരില്ല ഞങ്ങളെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാക്കി. പക്ഷെ വോട്ടിന്റെ കണക്ക് വന്നപ്പോൾ എന്താ? വോട്ടിന്റെ കണക്ക് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ പറഞ്ഞത് വ്യക്തമാണ്. RSSന്റെ അതായത് ഈ അവസാന നിമിഷത്തിൽ സന്ദീപ് വാര്യരുടെ മാറ്റം ഉൾപ്പെടെ തീവ്ര ഹിന്ദുത്വ വികാരം കൊണ്ട് നടക്കുന്ന ഒരുപറ്റം ആളുകളുടെ വോട്ട് അവർക്ക് വരികയും ഒപ്പം ന്യൂനപക്ഷ വർഗീയത പറയുന്ന, ന്യൂനപക്ഷ വർഗീയത പരത്തുന്ന, ന്യൂനപക്ഷ വർഗീയത കൊണ്ടു നടക്കുന്ന ആളുകളുടെ വോട്ടും ഒരുപോലെ കൊണ്ടുവന്നവര്. അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞാൻ 4 ദിവസം മുമ്പും ഇതേ ചർച്ചയിൽ നിന്ന് പറഞ്ഞാണ്, ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ ഒരുപോലെ പ്രീണിപ്പിച്ച് അതിന്റെ ഭാഗമായി കിട്ടിയ വോട്ടിന്റെ ഫലത്തിനാണ് ഒരു ജയം. ഇവിടെ BJP മനസ്സറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസിനെ സഹായിച്ചത്? BJPക്കോ ജയിക്കാൻ കഴിഞ്ഞില്ല. BJP ജയിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചതാണ്. ഡു ഓർ ഡൈ സിറ്റുവേഷനിലായിരുന്നു അവർ എങ്ങനെയാണ് കോൺഗ്രസിനെ സഹായിക്കുക ജയിക്കുന്നതിന് വേണ്ടി? അതാണ് ഞാൻ ഇല്ലോജിക് എന്ന് പറയുന്നത്. അല്ല, BJPയുടെ വോട്ട് കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. അത് വസ്തു അങ്ങനെ മുനിസിപ്പാലിറ്റി കണക്ക് നോക്കിയാൽ മനസ്സിലാവും. 5000-ഓളം വോട്ടുകൾ കൂടിയിട്ടുമുണ്ട്. ഏതാണ്ട് 5000-ഓളം വോട്ടുകൾ കഴിഞ്ഞ തവണ അത്രയും പോൾ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ശരിയാണ്, BJPക്ക് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്. അതായത് ഈ ശ്രീധരന് കിട്ടിയ വോട്ടെന്നാണല്ലോ അത് നിങ്ങൾ പറയുന്നത്. ആദ്യം മുതൽ അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രാക്ക് മാറ്റിയോ?
വേണ്ട ഈ ശ്രീധരന് കിട്ടിയ വോട്ട് വേണ്ട, കഴിഞ്ഞ തവണ കൃഷ്ണകുമാറിന് ലോക്സഭയിൽ കിട്ടിയ വോട്ടെങ്കിലും കിട്ടണ്ടേ? അതും കിട്ടിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ കഴിഞ്ഞ തവണ രാധാകൃഷ്ണൻ കിട്ടിയ വോട്ടുകൾ ഇത്തവണ ഇദ്ദേഹത്തിന് കിട്ടിയോ? ആരാണ്? UR പ്രദീപിന് കിട്ടിയോ? അല്ല, അത് രാധാകൃഷ്ണന് കിട്ടിയത് UR പ്രദീപിന് കിട്ടിയ, ഞങ്ങൾ ചോദിക്കുന്നത് കൃഷ്ണകുമാറിന് കിട്ടിയത് കൃഷ്ണകുമാറിനെങ്കിലും കിട്ടണ്ടേ? അത് ലോക്സഭയും നിയമസഭയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് മറ്റ് ഘടകങ്ങളല്ലേ അവിടെ ആശ്രയിച്ചിരിക്കുക. അതിലൊക്കെ ഒരു വോട്ട് കച്ചവടത്തിന്റെ ഇലമെന്റ് എന്തിനാണ് നിങ്ങൾ ആരോപിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് തോൽവി വരുമ്പോൾ തോൽവി വിലയിരുത്തുന്നതിനും ഒരു ലോജിക്കൽ കാരണങ്ങൾ വേണ്ടേ? ഞങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവര് തെരഞ്ഞെടുപ്പ് ദിവസം വരെ ഇവർ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ വോട്ട് മറിക്കുന്നതിന് വേണ്ടിയാണ് സരിനെ സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് കോൺഗ്രസ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ റിസൾട്ട് വന്നപ്പോ എന്താ? റിസൾട്ട് വന്നപ്പോ ഞങ്ങളുടെ വോട്ട് കഴിഞ്ഞ് 2016 എടുത്തോട്ടെ, 2019 24 ഇപ്പൊ ബൈ ഇലക്ഷൻ ആയിക്കോട്ടെ, ഞങ്ങളുടെ വോട്ട് കുറയുന്നില്ല. ഞങ്ങളുടെ പാർട്ടി വോട്ട്, ഞങ്ങളുടെ ബേസ് വോട്ട് അവിടെ നിൽക്കുകയാണ്. ഞങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. ഉദ്ദേശിച്ച പോലെ, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. 800 വോട്ട് 900 വോട്ടിന്റെ വർധനവയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വോട്ട് വിജയരാഘവ് മത്സരിച്ചപ്പോൾ 34,000, അതിനേക്കാൾ കൂടി ഇപ്പോ വിജയരാഘവ് മത്സരിച്ചപ്പോൾ ഏതാണ്ട് 850 വോട്ട് കൂടി, 34,000 ഉള്ളൂ. ഇപ്പൊ 37,000 ആയി. 3,000 വോട്ട് ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും വോട്ട് വർദ്ധിപ്പിച്ചു. ഞങ്ങളുടെ വോട്ട് വർദ്ധിപ്പിച്ചു, എല്ലാ അർത്ഥത്തിലും വർദ്ധിപ്പിച്ചു. 2021 പരിശോധിച്ചാൽ മനസ്സിലാവും, 16 പരിശോധിച്ചാൽ മനസ്സിലാവും, 24 പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതിലെല്ലാം ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുമ്പോഴും കോൺഗ്രസിന്റെ വോട്ടാണ്, ഈ BJPയുടെ വോട്ടാണ് കോൺഗ്രസിലേക്ക് മാറുന്നത്. കോൺഗ്രസിന്റെ വോട്ട് BJPയിലേക്കും BJP വോട്ട് കോൺഗ്രസിലേക്ക് മാറുന്നതാണ് ഇപ്പൊ കേരളത്തിൽ സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കെങ്ങാനും നിഷ്പക്ഷവാദികളെയോ മതനിരപേക്ഷ വോട്ടുകളോ വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് ജാഗ്രതയോടുകൂടി പറഞ്ഞ പോലെ ന്യൂനപക്ഷ വർഗീയതയെ നല്ലപോലെ ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. പാലക്കാട് നഗരത്തിൽ പ്രത്യേകത മനസ്സിലാക്കിയിട്ടുണ്ടാവും. പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യം മുദ്രാവാക്യം കൊണ്ടുവന്ന SDP ആണെന്ന് ഓർക്കണം, കോൺഗ്രസിന് വേണ്ടിയിട്ട്. അതായത് അങ്ങനെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ, ജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ജയത്തെ രാഹുൽ MLA വന്നു എല്ലാ അഭിനന്ദനങ്ങളൊക്കെ പറയുമ്പോഴും ആ ജയം എന്നത് ഇതുപോലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുടെ തോളിൽ കൈവച്ചാണ്. അത് കേരളത്തിൽ അപകടമാണ്. രാഹുലിന്റെ വിജയമൊക്കെ കൊള്ളാം, പക്ഷേ ഈ വർഗീയതയെ പുൽകിക്കൊണ്ടാണ് ഇത്തരം ഒരു വിജയം നേടിയതെന്ന് ആ SDP-യുടെ പിന്തുണ വേണ്ട എന്ന് പറയുകയായിരുന്നുവെങ്കിൽ ഈ വിജയത്തിന് കുറച്ചുകൂടി തിളക്കം ഉണ്ടാകുമായിരുന്നുവല്ലോ. പക്ഷെ എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല? അത് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF നേതാക്കളുമായിട്ട് പിന്തുണയെപ്പറ്റി ചർച്ച നടത്തിയെന്ന് വരെ SDP നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് LDF-ന് ആ ഒരു ബലം നൽകുന്നത്. SDP വോട്ടുകൾ കൂടി ചേർത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജയിക്കാൻ കഴിഞ്ഞത് എന്ന്. LDF-ഉം BJP-യും തോറ്റിട്ട് അവർ പറയുന്ന ന്യായങ്ങൾ ഏത് വോട്ടറാണ് കേൾക്കുക? തോറ്റതിന് ഓരോ ന്യായീകരണം പറയുക, അതല്ലാണ്ട് അതിൽ വേറെ ഒരു ഗൗരവമില്ല. 2 ദിവസം മുമ്പ് ഈ ചർച്ചയിൽ ഇവരെന്താ പറഞ്ഞത്? BJP പറഞ്ഞു UDF 3-ാം സ്ഥാനത്ത്, LDF പറഞ്ഞു ഞങ്ങൾ 1-ാം സ്ഥാനത്ത് എന്നൊക്കെ പറഞ്ഞതല്ലേ. എന്നിട്ടിപ്പോൾ എന്തായി? ഇതൊക്കെ ഈ ചർച്ച തുടരുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായത് എന്താണെന്നറിയോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടാക്കിയ പ്രശ്നങ്ങൾ, BJP-യിലുണ്ടായ പ്രശ്നങ്ങൾ, അതാണ് ഇനി കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. പാലക്കാട് BJP-യെ 2-ാം സ്ഥാനത്ത് നിർത്താൻ CPM എന്താണ് ചെയ്തത് എന്നുള്ള ചർച്ച ഇനി വരും. കാരണം കോൺഗ്രസിനെ തോൽപ്പിക്കാനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനമെടുത്ത ആയുധം എന്താണ്? പാണക്കാട് തങ്ങൾക്കെതിരായ ആരോപണമല്ലേ, നീക്കമല്ലേ? പാണക്കാട് തങ്ങളെ എന്തിനാണ് അവസാനം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വേറൊരു രീതിയിൽ ജമാഅത്ത് ബന്ധമായിട്ട് വലിച്ചിഴച്ചു കൊണ്ടുവന്നത്? കാര്യം മനസ്സിലായല്ലോ. BJP അവിടെ 2-ാം സ്ഥാനത്ത് നിന്ന് BJP-യെ 1-ാം സ്ഥാനത്ത് എത്തിക്കാനാണെന്ന് UDF ആരോപിച്ചാൽ ഇവർക്ക് ഉത്തരവില്ല. 18,000-ത്തിലധികം എന്ന് വെച്ചാൽ 19,000-ഓളം വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. കഴിഞ്ഞ തവണ എത്രയായിരുന്നു വോട്ടെന്ന് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ 18,000 വോട്ടും വർഗീയതയുടെ വോട്ടാണോ? ഈ 18,000 വോട്ടും SDP-യുടെ വോട്ടാണോ? ഈ 18,000 വോട്ടും കോൺഗ്രസ് ഉണ്ടാക്കിയ എന്താണ് BJP ബാന്ധവോ അതിൻ്റെ വോട്ടാണോ? ഇത് വോട്ടർമാർ LDF ഗവൺമെന്റിനെതിരായി നടത്തിയ ആഞ്ഞു കുത്തലാണത്. എന്താ സംശയക്കാര്യത്തിൽ? അത് ചേലക്കര കണ്ടു നമ്മൾ. ചേലക്കര ഇന്ന് നിങ്ങൾ പറയണ്ടല്ലോ, ചേലക്കര വിജയിച്ചു, പിടിച്ചു നിർത്തി. എവിടെ പിടിച്ചു നിർത്തി എൻ്റെ മഞ്ജുഷേ? 12,000 വോട്ടെന്ന് വെച്ചാൽ ചേലക്കര എന്താ ഉള്ളത്? 39,000-ത്തിലധികം വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ ജയിച്ച സ്ഥലത്ത് 12,000 എന്നപ്പോൾ എത്ര വോട്ട് തോന്നി? 27,000 വോട്ട് എവിടെ പോയി ഇവരുടെ? അത് കാണാനില്ലേ? ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് മാത്രമല്ല, 2026-ൽ പിണറായി 3 അല്ലെങ്കിൽ LDF 3 അതിന്റെ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു.
അതൊരു തമാശയായിട്ട് കണക്കാക്കാം. അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇത് ചേലക്കരയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതുപോലെ നടത്തിയ പ്രചരണം വേറെ ഉണ്ടായിട്ടില്ല. ചേലക്കരയിൽ അവരുടെ അജണ്ട വേറെയായിരുന്നു, പാലക്കാട്ടെ പോലെ അല്ല. വയനാട് CPM തിരിഞ്ഞു നോക്കിയില്ലല്ലോ. പാലക്കാട് അവർ എത്ര കാര്യങ്ങൾ കൊണ്ടുവന്നൊന്നും ചർച്ചയാക്കുന്നില്ല. ചേലക്കരയിൽ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അവിടെ തല കുത്തി നിന്ന് വേർത്ത് പണിയെടുത്തിട്ട് കിട്ടിയത് 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അവിടെ വോട്ട് കുറഞ്ഞു CPM-ന്, അവിടെ വോട്ട് കൂടി UDF-ന്, അവിടെ വോട്ട് ഷെയർ BJP-യും വർദ്ധിപ്പിച്ചു. നിസ്സാര കാര്യമല്ലത്. ഈ CPM-ന്റെ ഈ കോൺഗ്രസ് വിരുദ്ധത മൂലം BJP-യുടെ വോട്ട് ഷെയർ, വോട്ട് വിഹിതം കൂടി ചേലക്കരയിലെ, പാലക്കാട് കൂടി. ഇതൊരു മനസ്സിലാക്കണം. ഈ CPM-ന്റെ ധാരണ കോൺഗ്രസിനെ എതിർത്താൽ കോൺഗ്രസ് തോൽക്കുകയും BJP-യെ 2ാം സ്ഥാനത്ത് എത്തിച്ച് അവർക്ക് 1ാം സ്ഥാനത്ത് എത്താമെന്നൊക്കെ വ്യാമോഹം ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മറ്റേ മഞ്ജുഷ നമുക്കത് ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചേലക്കര നമ്മൾ ഈ ന്യൂസ് 8-ന്റെ തെരഞ്ഞെടുപ്പ് ഇത് ചർച്ച തുടങ്ങുമ്പോൾ ഒരു 1.5 മാസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അതായത് CPM ചർച്ച ചെയ്യുന്നത് ചേലക്കര മാത്രമാണ്. കാരണം പാലക്കാട് അവർക്ക് താല്പര്യമില്ല, വയനാട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ചേലക്കര പിടിച്ചു നിർത്തണം. എന്തിനാണെന്നറിയാമോ? ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് ശരിയാണ്, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് വലിയ വായിൽ ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനവർക്ക് സഹായം നൽകിയത് 12,201 ഗോൾഡൻ വോട്ടുകളാണ്. ശ്രീ ലാൽകുമാർ, ഇപ്പോൾ നേരത്തെ CPM-ന്റെ നേതാവാണ് ശ്രീ TM ശശി. അദ്ദേഹം പറഞ്ഞത് BJP-യുടെയും SDPA-യുടെയും ഒക്കെ തണലിൽ UDF അവിടെ വിജയിച്ചു എന്നാണ്. എവിടെയാണ്? പാലക്കാട്. അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ BJP-യുടെ വോട്ട് കൂട്ടിയതും LDF ആണെന്ന് പറയേണ്ടി വരും. ചേലക്കരയിൽ LDF-ന് മാത്രമാണ് വോട്ട് വീതം കുറഞ്ഞത്. അത് നിസ്സാര വോട്ട് വീതം കുറയലല്ല ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്നത്. BJP-യുടെ വോട്ട് വീതം കൂടി, UDF-ന്റെയും വോട്ട് വീതം കൂടി. അപ്പോൾ ഇത് BJP-ക്ക് നേരെയും കോൺഗ്രസിന് നേരെയും CPM ആരോപിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ടും പറയേണ്ടി വരും. അങ്ങനെയാണ് ചേലക്കര കിടക്കുന്നത്. ശ്രീ ലാൽകുമാർ, ഈ രീതിയിലൊക്കെ ഫലങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ അതൊരു തരം ഇല്ലോജിക്കലും അതുപോലെ തന്നെ വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടലുമല്ലേ? മഞ്ജുഷേ, ഞാൻ പറയുന്നത് കേൾക്കാം എന്ന് കരുതുന്നു. കേൾക്കാം. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്വാഭാവികമായി സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കമ്പയർ ചെയ്യും. ആ കമ്പാരിസൺ തെറ്റൊന്നുമല്ല. കമ്പയർ ചെയ്യുന്ന ആളുടെ യുക്തി അനുസരിച്ചാണല്ലോ കാര്യങ്ങൾ നീക്കുക. ഇപ്പം ഒരു വലിയ വേവ് ഉണ്ടായി. ഇപ്പം CPM-ന് അനുകൂലമായി 100 സീറ്റിനടുത്ത് ജയിച്ച CPM അനുകൂല തരംഗം ഉണ്ടായ സമയത്ത് ഉണ്ടായതാണ് CPM-ന്റെ ബേസ് വോട്ട് എന്ന് നിങ്ങൾ വിലയിരുത്തുന്നു എങ്കിൽ അത് അങ്ങനെയാണ് എല്ലായ്പ്പോഴും CPM-ന് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള അനുമാനത്തിലാണ് നിങ്ങൾ ഈ കമ്പാരിസൺ നടത്തുന്നത്. ചേലക്കരയിൽ കിട്ടിയ 40,000 അല്ലെങ്കിൽ 39,000 വോട്ടിന്റെ ബാക്കി എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മണ്ഡലത്തിലും അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ, ഇപ്പൊ അടുത്ത ദിവസം ഇപ്പൊ പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കുന്നില്ല, ഈ 4 ലക്ഷത്തിൽ പിന്നെ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്ന 50,000 ആണെങ്കിൽ 3,50,000 വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരിടത്തും എത്തില്ല. അപ്പൊ ഒരു മണ്ഡലത്തിൽ ബേസ് വോട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ ഡേറ്റ എടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്ട്രീം പൊസിഷൻ വെച്ച് നമുക്ക് ഡേറ്റ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്ന തെറ്റാണ്. അത് ഏത് പാർട്ടിയെ കുറിച്ചാണെങ്കിലും തെറ്റാണ്. ഇപ്പൊ രാധാകൃഷ്ണന് കിട്ടിയ 40,000 അല്ലെങ്കിൽ ഓരോ ശക്തമായ മത്സരം അല്ലെങ്കിൽ ശക്തമായ ഒരു വേവ് ഉണ്ടാകുന്ന സമയത്തുള്ളത് ബേസ് ആയിട്ട് എടുത്ത് നമ്മൾ കമ്പാരിസൺ നടത്തിയാൽ നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റാവും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമുണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്കിപ്പോ ഒരാൾ ചെയ്യുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പാലക്കാട്ടെ 10,000 എവിടെ പോയി എന്ന് BJP-യോടും ചോദിക്കാൻ പറ്റുമോ ശ്രീ ലാൽകുമാർ? അല്ല, ഞാൻ പറയുന്ന കേൾക്കൂ. BJP അതിനകത്തൊരു ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. CPM-ന് നഷ്ടപ്പെട്ട വോട്ട്, BJP-ക്ക് നഷ്ടപ്പെട്ട വോട്ട്, ഇത് ഓരോ പാർട്ടികളും അവരുടേതായിട്ടുള്ള കാൽക്കുലേഷൻസ് അവർക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫാക്ടർ മാത്രമൊന്നും അല്ല, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ശ്രീമാറിയേട്ടൻ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ശ്രീമാറിയേട്ടൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ CPM വിരുദ്ധ വികാരം ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസം വരെ ഉണ്ടായിരുന്ന കേരളത്തിലെ ചർച്ച നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ് ഈ പറയുന്ന ചേലക്കരയിൽ നടക്കുന്നതെന്ന്. ന്യൂസ് 8-ന്റെ റിപ്പോർട്ടുകൾ താങ്കൾ എടുത്ത് നോക്കിക്കോളൂ. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം നിൽക്കുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. ഞാൻ ചേലക്കര പോയിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഫൈറ്റ് നടക്കുന്നത് തെറ്റൊന്നുമില്ല. ജനാധിപത്യത്തിൽ നല്ല ഫൈറ്റ് കിടക്കുന്നത് നല്ലതാണ്. അവിടെ എന്നിട്ടും CPM-ന് മാന്യമായ ഭൂരിപക്ഷം കിട്ടി. അത് 10,000-ൽ മേളിൽ ഭൂരിപക്ഷം കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയതിനെക്കാട്ടിലും 6,000 വോട്ട് അല്ലേ കുറവുള്ളൂ. ആ 12,000 വോട്ടുണ്ട്. ആ മറ്റേ 18,000-ന് വലിയ വിലയും
ഈ 12,000 വില ഇല്ലാതെ വരുന്നതും ചെയ്യുന്നതിനകത്ത് എനിക്കതിനകത്ത് വലിയ യുക്തി, ഒരു ആശ്വാസത്തിന് വേണ്ടി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ആശ്വാസം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇപ്പം ഈ ശ്രീധരന് കിട്ടിയ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം BJPക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു ഹാർഡ് കോർ പൊളിറ്റീഷ്യൻ അല്ല ശ്രീധരൻ. ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാനതിനാ ചുമ്മാ കള്ളത്തരം പറയുന്നത്. ഇപ്പം BJPക്ക് അത്ര വോട്ട് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം. പക്ഷെ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ഒരു ബ്ലെയിമിങ് ഇതായിട്ടൊന്നും ഞാൻ കണക്കാക്കത്തില്ല. പക്ഷേ കോൺഗ്രസിലേക്കും ഈ പാലക്കാട്ടിലെ വിഷയത്തിലേക്ക് വന്നാൽ നോക്കൂ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കോൺഗ്രസിനോട്, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയോട് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. SDPയുടെ വോട്ട് നിങ്ങൾക്ക് വേണോ വേണ്ടായോ? നിങ്ങൾ SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ? അതിന് കോൺഗ്രസ് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെ കോൺഗ്രസ് മറുപടി പറയാത്തൊരു വിഷയത്തിൽ അങ്ങനെ ആ രീതിയിൽ ഇടപെട്ടപ്പം വർഗീയ കക്ഷികളുടെ വോട്ട് വന്നു എന്ന് പറയുന്നതിന് എന്താണ്, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് എന്താണ് തെറ്റ്? ആ വർഗീയതയുടെ കൊട പിടിച്ചാണ് അവിടെ വിജയിച്ചതെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പൊ കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സുധാകരനോ രമേശ് ചെന്നിത്തലയോ ഇങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഒരു ഇടപെടൽ നടത്തുക, എന്താ ഞങ്ങൾക്ക് വർഗീയവാദികളായ SDPIക്കാരുടെ വോട്ട് വേണ്ട എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? മഞ്ജുഷിന്റെ കണക്കിലുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ വേണ്ട എന്ന് പറയാത്തിടത്തോളം കാലം ആ വർഗീയതയുടെ കുടയുണ്ട് വർഗീയതയുടെ കുടയുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. SDPI പോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ കുടയ്ക്ക് കീഴിൽ നിൽക്കുന്ന ഒരു സംവിധാനം അത് വർഗീയമായി തന്നെയാണ് നടക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇന്ന് അവർ വലിയ ജാഥ നടത്തി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട്, സോറി ഇവർ എന്തൊരു വരണം SDPI ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് വലിയൊരു ജാഥ നടത്തിയില്ലേ? അതുമായി ബന്ധപ്പെട്ട് എന്താ കോൺഗ്രസിന്റെ അഭിപ്രായം? ശരി, ശ്രീകുമാർ, അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. CPM SDPയുമായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ട്. പക്ഷെ ഈ സമയത്ത് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. SDPയുടെ പരസ്യ പിന്തുണ അത് വേണ്ട എന്ന് ഇവിടെ പറഞ്ഞില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അത് പറഞ്ഞിരുന്നു. നോക്കൂ മഞ്ജുഷേ, നമ്മളൊരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട്ട് നടന്നത്. ഒരു പൊതു തെരഞ്ഞെടുപ്പല്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആ പ്രാദേശികമായ തലത്തിൽ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്തുണ പ്രഖ്യാപിക്കും. അത് ആ സമയത്ത് ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. SDPയുടെ പിന്തുണ ഇതാ UDF വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. BJP ഇതാ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു കോൺഗ്രസ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജനം തള്ളിയോ കൊണ്ടോ? തള്ളിയിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് പിന്നെ ആ 18,000 വോട്ടിന് എങ്ങനെയാണ് വില വരുന്നത്? അത് ശ്രീ ലാൽകുമാറിനോട് ഒന്ന് മനസ്സിലാക്കി തരാം. 18,000 വോട്ടിന്റെ വില വരുന്നത് 3,000 വോട്ടിൽ നിന്ന് 18,000 എത്തിയപ്പോഴാണ്. ചേലക്കര വോട്ടിന്റെ വില ഇല്ലെന്നല്ല പറഞ്ഞത്. ചേലക്കരയിൽ ജനങ്ങൾ CPMനോട് വിധേയത്വം കാണിച്ചില്ലെന്നുള്ളതിന്റെ തെരുവ് 39,000 നിന്നും 12,000 കുറഞ്ഞപ്പോഴാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം എൻ്റെ സുഹൃത്ത് ശ്രീ ലാൽകുമാറിന് മനസ്സിലായില്ലേ? നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പരാജയപ്പെട്ടതിൻ്റെ കാരണം അന്വേഷിച്ചിട്ട് പഠിക്കുന്നൊക്കെ പറയുന്ന സ്ഥിരം പല്ലവി ജനം ഇനി വിശ്വസിക്കില്ല. കാരണം പാലക്കാട്ട് എന്താണ് CPI കാണിച്ചു കൂട്ടുന്നത് ജനം അവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? സരിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തൊട്ട് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? ഇനി അവസാനം സന്ദീപ് വരെ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ എന്താണ് CPI ചെയ്തത്? പഴയ കാഫി ഷോട്ട് പോലെ എന്താണ് ഇവിടെ ചെയ്തത്? പത്രപരസ്യം 4 പത്രങ്ങളിൽ 2 തരം പരസ്യം കൊടുത്ത് എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടിയത്? ഇതൊക്കെ ജനം കണ്ടതല്ലേ? എന്നിട്ടൊക്കെ കണ്ടിട്ട് പിന്നെ SDPയുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞാണ് കാര്യം. SDPയുടെ പിന്തുണയല്ല, BJPയുടെ പിന്തുണയല്ല. BJPയിലും SDPയിലും CPMലും ഉള്ളവർ കോൺഗ്രസിന് അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ സംശയം ഇതിലെ? പഴയ കാലത്ത് CPM രാഹുൽ മാങ്കൂട്ട നമ്മളുടെ ഷാഫി പറമ്പിലിനെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞത് സരിനാണ്. അതുപോലെ CPM ഇത്തവണയും ആത്മാർത്ഥതയുള്ള CPM പ്രവർത്തകര് BJPക്കെതിരെ കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ വിഭാഗക്കാരുമുണ്ട്. ആ വോട്ട് ചെയ്തവരെ അപമാനിക്കലല്ല ഇപ്പം. എന്തുകൊണ്ട് തോറ്റു എന്ന് വിലയിരുത്തുമ്പോൾ ആ പാർട്ടി ചിന്തിക്കണം, ഞങ്ങൾക്ക് എന്ത് അബദ്ധം പറ്റി, ഞങ്ങൾ പാലക്കാട്ട് എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്, ഞങ്ങൾ കാണിച്ചു കൂട്ടിയ മണ്ടത്തരം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, ആ മണ്ടത്തരം ഇനി ഞങ്ങൾ ആവർത്തിക്കാതിരിക്കാനല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെയാണ് CPM നോക്കേണ്ടത്. അവിടെ അതിന് പകരം കോൺഗ്രസിന് കിട്ടിയ വോട്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ BJPക്കും CPMനും പറ്റിയ പരാജയം എന്താണെന്ന് വെച്ചാൽ അമിതമായ ആത്മവിശ്വാസവും ജയിക്കാനുള്ള ആർത്തിയും കൊണ്ട് കോൺഗ്രസ് വിരുദ്ധത മാത്രമല്ല, ഷാഫി പറമ്പിൽ വിരുദ്ധത 1, VD സതീശൻ വിരുദ്ധത 2, രാഹുൽ ഗാന്ധി വിരുദ്ധത 3. ഇതെല്ലാം അവരെല്ലായിടത്തും പയറ്റത്. ചേലക്കര ഒന്നും നടത്തിയില്ല. ചേലക്കരയില് എല്ലാവരും വന്ന് തമ്പടിച്ച് അവിടെ വികസനം അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ അവിടെ ഒരു കാര്യം ആലോചിക്കുക, അവിടെ രാഷ്ട്രീയ വിജയമല്ല LDFന്,
അവിടുത്തെ നാട്ടുകാരായ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വ്യക്തിപരമായ വിജയവും കണക്കാക്കണം. പക്ഷേ വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്നത് ചേലക്കരയിലായിരുന്നു. പക്ഷേ ഭരണവിരുദ്ധ വികാരമില്ല എന്നതിന് ഈ 12,201 വോട്ടുകളാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ ലാൽകുമാറും അത് തന്നെയാണ് പറയുന്നത്. അതിനപ്പുറമല്ലാതെ അവർ പറയാത്തിടത്തോളം കാലം നമുക്കത് ആവർത്തിച്ച് ചോദിക്കാമെന്നേ ഉള്ളൂ. ശ്രീകുമാർ, ഒരിക്കലും LDFും CPM സമ്മതിച്ചു തരില്ല അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന്. മറുപടി ലാൽകുമാർ. അല്ല മഞ്ജുഷേ, ഷാഫി പറമ്പിൽ വിരുദ്ധതയാണ് പറഞ്ഞത്, VD സതീശൻ വിരുദ്ധതയാണ് പറയുന്നത്. പിന്നെ നമ്മൾ പൊതു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന പിന്നെ ഇവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കാനാണോ? എനിക്കത് മനസ്സിലായില്ല. നിങ്ങളുടെ നേതാവിന് നിങ്ങൾക്ക് പിണറായി വിരുദ്ധത പറയാം, നിങ്ങൾക്ക് ഗോവിന്ദ മാസ്റ്റർക്കെതിരെ പറയാം, നിങ്ങൾക്ക് നമ്മൾ ഓരോ ഞാൻ പറഞ്ഞ കേൾക്കൂ. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾക്ക് പിണറായി വിരുദ്ധതയും ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു മോശം നേതാവാക്കി, പിണറായി വിജയനാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നതിനും അതിന് നിങ്ങൾക്ക് നറേറ്റീവ് ഉണ്ടാക്കുന്നതിനും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടോടുകൂടി അത് ചെയ്യുന്നതിനും പ്രശ്നമില്ല. പിന്നെ നമുക്ക് VD സതീശനെതിരെയാണ് പറയുന്നതിനാണോ പ്രശ്നം? ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നു, നാളെ രാവിലെ തെരഞ്ഞെടുപ്പില്ലല്ലോ, തങ്ങളിനെതിരെയാണ് ഞങ്ങൾ പറഞ്ഞത്. തങ്ങളിനെതിരെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? മുസ്ലിം ലീഗിന്റെ നേതാവാണ് തങ്ങൾ, മുസ്ലിം മത മേലധ്യക്ഷൻ മാത്രമൊന്നുമല്ല. അങ്ങനെ കേൾക്കാതിരിക്കും. എന്താ പറഞ്ഞു, ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇന്നിപ്പോ നാളെ തെരഞ്ഞെടുപ്പില്ലല്ലോ, വോട്ട് കിട്ടാനില്ലല്ലോ, അതുകൊണ്ടാ ഉറപ്പിച്ചാ പറയുന്നത്. മുസ്ലിം ലീഗിന്റെ തങ്ങളിനെതിരെ പറയുക, തങ്ങളെ വലിച്ചിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഒന്നും ചെയ്യില്ല. തങ്ങൾക്കെതിരെ നമ്മൾ പറയാതിരിക്കാം, ആ മുസ്ലിം ലീഗിന്റെ സ്ഥാനത്തൊന്ന് മാറണം, അല്ലെങ്കിൽ പറയുക തന്നെ ചെയ്യും. അതിന് നിങ്ങളുടെ ഓലപ്പാമ്പൊന്നും കാണിച്ചുകൂടെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. തങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ ഏതാണ്ട് ചെയ്തു കളയും. എന്ത് ചെയ്യും? നിങ്ങളൊന്നും ചെയ്യത്തില്ല, തങ്ങളെതിരെ പറയുക തന്നെ ചെയ്യും. തങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയക്കാരനാണ് തങ്ങൾ. ഒരു മുസ്ലിം ലീഗിന്റെ പാർട്ടിയുടെ അധ്യക്ഷനായി ഇരിക്കുന്ന ഒരാൾ, അല്ലെ മേളിലിരിക്കുന്ന ഒരാള്, അദ്ദേഹത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ എന്ത് മൂക്കി വലിക്കുന്നു? അതൊന്നും വേണ്ട. ഡോക്ടർ ജി ഗോപകുമാർ, ഈ പാണക്കാട് തങ്ങളെ സ്ഥിരമായിട്ട് വിമർശിക്കുന്നത് ഇപ്പോൾ ഒരു ഫാഷനാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ് CPM. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ സിറ്റുവേഷൻ. അതിന്റെ രാഷ്ട്രീയവും താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ ആ ഒരു തന്ത്രം പയറ്റിയിട്ട് പോലും അത് CPM-നെ സഹായിച്ചിട്ടുണ്ടോ? ചേലക്കരയിൽ സഹായിച്ചിട്ടുണ്ടാവും, പാലക്കാട് പക്ഷേ അത് പ്രകടമായിരുന്നില്ലല്ലോ. ഞാൻ ചർച്ചയിൽ നമ്മൾ ഏതറ്റം വരെ പോകുമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമുക്കൊരു അഭിപ്രായ ഐക്യം ഉണ്ടാകും. വർഗീയത എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഈ വർഗീയതയ്ക്കകത്ത് തീവ്ര വർഗീയതയുമുണ്ട്, മിതവർഗീയതയുമുണ്ട്. മൂന്ന് മുന്നണികളും അത് തരാതരം പോലെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം പറയുന്നത്. കേരളം വലിയ സാക്ഷരതയുള്ള സംസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും കാര്യം വരുമ്പോൾ ഇതിനകത്ത് ജാതിയും വർഗീയതയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അത് കണ്ട് പ്രത്യേകിച്ച് ഒരു കൂട്ടരെ മാത്രം ബ്ലെയിം ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ തങ്ങളുടെ കാര്യത്തിലേക്ക് ചോദ്യം വന്നു. സിറാജിൽ വന്ന പരസ്യം തന്നെ നോക്കുക, അതിനകത്ത് വർഗീയ സ്വഭാവം ഉണ്ടായിരുന്നു. തങ്ങളുടെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് പറയുന്ന ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് എന്ത് പറഞ്ഞുവെന്നും നമുക്കറിയാം. അതേസമയം സന്ദീപ് വാര്യർ മുസ്ലിം ലീഗ് നേതാക്കന്മാരെയും സമസ്ത നേതാക്കന്മാരെയും കാണാൻ പോയപ്പോഴും അവിടെയും ഒരു ജാതി ചൊവ്വയുണ്ട്, വർഗീയ ചൊവ്വയുണ്ട്. അപ്പോൾ ഈ വല്ലാത്തൊരു കുഴപ്പത്തിലാണ് നമ്മൾ ചെന്ന് ചാടിയിരിക്കുന്നത്. വർഗീയത ഇല്ലാത്തൊരു തിരഞ്ഞെടുപ്പൊന്നും നമുക്കിനി സ്വപ്നം കാണാൻ പറ്റില്ല. ഒരുപക്ഷെ 87-ലോ മറ്റോ EMS അന്ന് ഇതിന് ഒരു വർഗീയതയ്ക്കെതിരെ ആഹ്വാനം ചെയ്ത എല്ലാ വർഗീയ മുന്നണികളെയും പാർട്ടികളെയും മാറ്റി നിർത്തിക്കൊണ്ട് തനിച്ച് നിന്ന് തോക്കട്ടെ എന്ന് പറയുന്നത്. പക്ഷേ ജനം ജയിപ്പിച്ചു, അതാണ് ഇലക്ഷനിൽ കണ്ടത്. അതൊരെണ്ണം ഒഴികെ ബാക്കി എവിടെയാണ് ഇതെല്ലാം കാണുന്നത്? ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് SDPIയുടെ പിന്തുണ നേടി എന്നുള്ളത് കളങ്കമായിട്ട്, സ്വാഭാവികമായിട്ടും LDF അതൊരു കളങ്കമായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അത് എത്ര മറുപടി പറഞ്ഞാൽ പോലും ഇപ്പോൾ ശ്രീകുമാർ പറയുന്നുണ്ട് SDPIയുടെ ഇത്രയും വോട്ടുകൾ കൊണ്ടാണോ അവിടെ ജയിച്ചത്, 18,000 വോട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പറയാം. പക്ഷേ അതൊരു കളങ്കമായിട്ട് അവിടെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ഡോക്ടർ ജി ഗോപകുമാർ. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ശരിയാണ്, ആ ചോദ്യത്തിനകത്ത് അത് റെലവൻസ് ഉണ്ട്. എന്തുകൊണ്ട് SDPI എന്ന് എടുത്തു പറയുന്നു? കാരണം അതിനകത്തൊരു തീവ്ര മുസ്ലിം വർഗീയത ഉള്ളത് കൊണ്ടാണ്. അപ്പം മിത മുസ്ലിം വർഗീയത ആകാം, മിത ഹിന്ദുത്വ വർഗീയത ആകാം, അല്ലേ? അപ്പോൾ ഇതെല്ലാം വർഗീയത അല്ലേ ഞാൻ ചോദിക്കുന്നത്? അപകടം പിടിച്ച വർഗീയതയാണ് തീവ്ര വർഗീയത.
അത്തരത്തിലുള്ള ഒരു വർഗീയത മറുവശത്ത് കാണുന്നില്ല എന്നാണോ? അപ്പോൾ ചുരുക്കത്തിൽ മതേതരത്വമാണോ ഈ പറയുന്നതൊക്കെ? അത് ഇതേപോലെയാണ് ചിലർ മതേതര വോട്ടുകളാണ് ഞങ്ങൾ ജയിപ്പിച്ചത്, അതിനകത്ത് ആക്ഷേപമുണ്ട്. അപ്പോൾ SDP പറയുന്നതിൻ്റെ പിറകിൽ ഈ കേരളത്തിനകത്ത് ഒരു മിലിറ്റന്റ് റിലീജിയസ് ഫനാറ്റിസം വളരുന്നു എന്നുള്ള ആ സൂചനയാണ് അവിടെ കാണിക്കുന്നത്. അതുവഴി ഒരു പക്ഷേ ലെഫ്റ്റ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് നാളെ ഒരു കാലത്ത് ഒരു ഹിന്ദു ബാക്ക്ലാഷ് വന്ന് അത് തങ്ങളെ സഹായിക്കുന്നുള്ള പ്രതീക്ഷയാണ്. ഇതായിരുന്നില്ല 21 അസംബ്ലി തെരഞ്ഞെടുപ്പിലെ നയം. അപ്പോൾ തരാതരം ഇത് ഉപയോഗിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ ഉപതെരഞ്ഞെടുപ്പായിട്ടും അതിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ശരി, യുവരാജ് ഗോകുൽ, നിങ്ങൾ പതിവായിട്ട് പറയുന്ന, ശരി ഞാൻ താങ്കളിലേക്ക് വരാം ഡോക്ടർ ജി ഗോപകുമാർ. ശ്രീ യുവരാജ് ഗോകുൽ, BJP പതിവായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അവിടെ ക്രോസ് വോട്ടിംഗ് വന്ന് BJPയെ തോൽപ്പിക്കും. അതിപ്പോൾ UDFും BJPയുമാണ് മത്സരമെങ്കിൽ LDF അങ്ങനെ വോട്ട് മറിക്കും UDFന് അനുകൂലമായിട്ട്, മറിച്ചാണെങ്കിൽ UDF വോട്ട് മറിക്കും, അങ്ങനെയാണെന്ന്. പക്ഷെ അത് സംഭവിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് നടന്നത്. ക്രോസ് വോട്ടിംഗ് ഉണ്ടായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം പോലും മുതലെടുക്കുവാൻ BJPക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ആ പതിവുള്ള പരാതിയില്ലേ, അതിനിപ്പോൾ അർത്ഥമില്ലാതെ മാറുകയാണ്. അത് ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. മഞ്ജുഷേ, അതിനകത്ത് 2-3 ഫാക്ടറിൽ അതിനകത്ത് ഉത്തരം പറയേണ്ടതുണ്ട്. ഒന്നെന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അടിസ്ഥാന വോട്ടിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പരിശോധന ഉണ്ടാകേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അടിസ്ഥാന വോട്ടുകൾക്ക് ജയം സാധ്യമല്ല. സാധ്യമല്ല, തീർച്ചയായിട്ടും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു പരാജയം സംഭവിച്ചതിൻ്റെ ഒരു റീസൺ അതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പുറത്തെ ഭാഗത്ത് ഒരു വേറൊരു തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ, ഇപ്പോൾ ഗോപകുമാർ സാർ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. കൺസോൾട്ടേഷൻ ഉണ്ടായില്ല എന്നുള്ളതൊന്നുമല്ല. കഴിഞ്ഞ തവണ ശ്രീധരൻ സാർ മത്സരിക്കുന്ന സമയത്തും UDFന് കിട്ടിയിരിക്കുന്നത് ഇതേ വോട്ടുകൾ തന്നെയാണ്, 57,000 58,000 വോട്ടുകൾ തന്നെയാണ് UDFന് കഴിഞ്ഞ 54,000 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. 3,000-4,000 വോട്ട് കൂട്ടിയിട്ടുണ്ട്. 5,000 കൂടിയിട്ടുണ്ട്. 5,000 കൂടി 57,000 സംതിങ് ആയിരുന്നു. 54,000 ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. 54,000 സംതിങ് ഉണ്ടായിരുന്നു, അത് 58,000 എത്തിയിട്ടുണ്ട്. 4,000 വോട്ടിന്റെ വർധന വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ഈ പറയുന്ന സോ കോൾഡ് മതേതര വോട്ട് എന്ന് വിളിക്കുന്ന ഒരു സാധനം ഇപ്പോൾ SDP കേരളത്തിൽ എത്ര വോട്ട് ഉണ്ടാവും? ഓരോ മണ്ഡലത്തിലും പോയി നോക്കിക്കഴിഞ്ഞാൽ 2,000 വോട്ട്, 3,000 വോട്ട്, 5,000 വോട്ട്, ഇതാണ് അവർക്ക് പരമാവധി ലഭിക്കാൻ പോകുന്ന വോട്ടുകൾ. ഇതുകൊണ്ട് വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ മാത്രമാണ് ജയവും പരാജയവും അവർക്ക് നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പക്ഷേ SDP, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടെ എടുക്കുന്ന വേറൊരു പണിയുണ്ട്. ആ പണി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും ഓരോ മുസ്ലിം വീടുകളിലും എത്തിയിട്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ വോട്ട് വിഭജിച്ച് പോകാൻ പാടില്ല എന്നും നമ്മുടെ രാഷ്ട്രീയ എതിരാളി ഇവിടെ ആരാണെന്നും ആരാണ് നമ്മളെ രാഷ്ട്രീയമായി സഹായിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് വളരെ കൃത്യമായിട്ട് അവരൊരു കോർഡിനേഷൻ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകലുണ്ട്. അത് പാലക്കാട് നടന്നിട്ടുണ്ടോ? അത് പാലക്കാട് നടന്നിട്ടുണ്ട്. പിരായിരി എന്നുള്ള പഞ്ചായത്ത്, അതുപോലെ തന്നെ മാത്തൂറും കണ്ണാടിയും, അവിടെയൊക്കെ LDFനും ഇത്തവണ വോട്ട് LDFന് സ്ഥിരമായി അതാണ് ഞാൻ പറയുന്നത് മഞ്ജുഷ. കഴിഞ്ഞ തവണ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടിന് അപ്പുറത്തേക്ക് ഒരു വലിയ വോട്ടൊന്നും ഈ പറയുന്ന പഞ്ചായത്തുകളിൽ ലഭിച്ചിട്ടില്ല. കൂടിപ്പോയി 200, 300, 500 വോട്ടുകളുടെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നേക്കാം. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ LDF എവിടെയാണോ നിന്നത് അതിനേക്കാൾ ഒരു 500, 1000 വോട്ടിനപ്പുറത്തേക്ക് മാത്രമാണ് മാറി ഇത്തവണയും LDF പാലക്കാട് LDF UDFനെ സഹായിച്ചിട്ടുണ്ട്. LDF UDFനെ സഹായിച്ചിട്ടുണ്ട് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന മതേതര വോട്ടുകൾ എന്ന് പറയുന്ന പൊള്ളത്തരത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വോട്ട് ഇവിടെ ഇല്ല. കൃത്യമായിട്ടും വർഗീയമായിട്ട് തന്നെ ആൾക്കാരെ ചേരിതിരിപ്പിച്ചിട്ട് നമ്മുടെ വോട്ട് സ്പ്ലിറ്റ് ആകരുത് എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്ന തരത്തിലുള്ള വോട്ടുകൾ മാത്രമാണ് പലയിടത്തും കാണുന്നത്. മഞ്ചേശ്വരത്ത് നമ്മൾ കണ്ടതാണ്, അത് നേമത്ത് നമ്മൾ കണ്ടതാണ്, അത് പാലക്കാട് നമ്മൾ കണ്ടതാണ്. പാലക്കാട് BJP എല്ലാവരും കഴിഞ്ഞ തവണ ശ്രീധരൻ സാറ് മത്സരിച്ചിരുന്ന ആ ഒരു ബേസിൽ നിന്ന് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ തവണ 6,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. ഞങ്ങളും അങ്ങനെ തന്നെയാണ് കണ്ടത്. 6,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. ഇത്തവണ അത് 8,000-ലേക്ക് മാറ്റുകയും പിരായിരി പഞ്ചായത്തിലും മറ്റു 2 പഞ്ചായത്തിലും കൂടെ ഒന്ന് കടന്നു കയറാനും കൂടി സാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയ വോട്ടിന്റെയെങ്കിലും ലീഡിന് കടന്നു പോകാൻ കരുതും എന്നുമുള്ള തരത്തിലായിരുന്നു ഞങ്ങളുടെയും കാൽക്കുലേഷൻ വന്നിരിക്കുന്നത്. പക്ഷേ ശ്രീധരൻ സാർ എന്ന് പറയുന്ന ഒരു ടവറിംഗ് ഫിഗറിന്റെ ഒപ്പം ഇപ്പം നേരത്തെ ലാൽകുമാർ പറഞ്ഞതുപോലെ തന്നെ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരുമ്പോൾ വയനാട് കിട്ടാൻ പോകുന്ന ലീഡൊന്നും കോൺഗ്രസിന് അല്ലാത്തൊരു സാഹചര്യത്തിൽ കിട്ടാൻ പോകുന്നില്ല.
അപ്പോൾ ആ ഒരു ഫാക്ടർ തന്നെയാണ് ഇവിടെ ശ്രീധരൻ സാർ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന 5-1 വോട്ടുകൾ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നത് അല്ല, നിങ്ങളുടെ പാളയത്തിൽ നിന്ന് വോട്ട് പോയത് കൊണ്ടാണ്. അല്ല, ഞങ്ങളുടെ പാളയത്തിലെ വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല മഞ്ജുഷേ. അല്ല, പാലക്കാട് നഗരസഭയിൽ നിങ്ങളുടെ പഴയ മേധാവിത്വമോ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കുറച്ചാണെങ്കിൽ പോലും പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ മറ്റിടത്തെ കാര്യം പ്രശ്നമാകും. അല്ല, ഞങ്ങള് പഴയ മേധാവിത്വം എന്ന് പറയുന്നത് എപ്പോ ശ്രീധരൻ സാർ മത്സരിച്ചപ്പോൾ ഉള്ളതാണ്. അല്ലാത്ത സമയങ്ങളിലെല്ലാം നമുക്ക് അടിസ്ഥാനപരമായി ലഭിച്ചിരുന്ന പാലക്കാട് നിങ്ങളുടെ ഒരു കോട്ടയല്ല യുവരാജ് ഗോകുൽ, ഈ ഊതിപ്പിക്കുന്നതേ ഉള്ളൂ. പാലക്കാട് ഞങ്ങളുടെ കോട്ടയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായി ഞങ്ങളൊരു നഗരസഭ ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത് പാലക്കാടാണ്. ഒരു പ്രകടനമേ ഉള്ളൂ, മണ്ഡലമാകില്ല. അല്ല, മണ്ഡലത്തിൽ ചില വീക്ക് പോയിന്റ്സ് നമുക്കുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഈ പറയുന്ന പഞ്ചായത്തുകളിൽ ചില ഭാഗങ്ങളിൽ നമുക്ക് ചെറിയ വീക്ക് പോയിന്റ്സ് ഉണ്ട്, ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളത് സമ്മതിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ പാലക്കാട് നഗരസഭയിൽ നിന്ന് നമ്മൾ മറികടക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക്, അതായത് ഒരു സ്ഥലത്തുനിന്ന് പിടിക്കാൻ പറ്റുന്ന വോട്ടിനൊരു പരമാവധി ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ എത്രത്തോളം നമുക്ക് പിടിക്കാൻ കഴിയുമോ അത്രത്തോളേക്കാണ് നമ്മൾ കൊണ്ടെത്തിക്കേണ്ടത്. പക്ഷേ അതിന് ഇപ്പോൾ എന്താണ്, ശ്രീധരൻ സാർ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇത്തവണ കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ എഗ്രി ചെയ്താൽ മാത്രമേ. ശ്രീ ശശി, കഴിഞ്ഞ ദിവസം വരെ LDF-ന് പ്രതീക്ഷയുണ്ടായിരുന്നു, സരിൻ അത് പറയുന്നുണ്ടായിരുന്നു, താങ്കളും ചർച്ചയിൽ വന്നിരുന്നു അതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എവിടെയാണ് പാളിയത്? LDF-ന് ഇതേ പറ്റുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങൾ പറയുകയായിരുന്നോ? ഇതൊരു പൊള്ളത്തരം എന്ന രീതിയിൽ വെളിയിലേക്ക് പറയുന്നതായിരുന്നോ? നിങ്ങൾക്ക് തന്നെ പ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലം, അവിടെ അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും 850 എന്നൊരു സംഖ്യയുടെ വർധനവ് മാത്രം. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ അറിവുള്ളതായിരുന്നില്ലേ ഇത്രയേ പറ്റുകയുള്ളൂ പാലക്കാട് പോലെയുള്ള മണ്ഡലത്തിൽ LDF-നെന്ന്? പഴയ ആ ഒരു രീതിയിലേക്കുള്ള തിരിച്ചുവരവ് നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്ന കാര്യമല്ല എന്ന്. മഞ്ജുഷ, ഞാൻ നീ പറഞ്ഞതിലേക്ക് വരാം. പക്ഷെ അതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങൾ ആദ്യവട്ടം എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ കാര്യത്തിലേക്ക് വോട്ട് മറിച്ചു എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിച്ചു. ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ മറുപടി പറയാണ്ട് ഒരുപാട് വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീകുമാർ ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്കൊന്ന് പറഞ്ഞു പോകണേ. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ, ഇടതുപക്ഷ സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്നു എന്ന നിലയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഇനി വേറെ ചില ആളുകൾ എന്തിനാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നോക്കും, ഈ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗം ഉണ്ടായത് അപ്പോഴാണ്. അത് 2016-ലാണ്, 2021-ലാണ്. നമ്മൾ കണക്ക് വെച്ച് തന്നെ നോക്കൂ. 2000 പാലക്കാട് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ ഞങ്ങൾ ജയിച്ചിട്ടില്ല. അവിടെ ഞങ്ങൾ ഇന്നുവരെ ജയിച്ചില്ല. 2016 ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയോ? ഈ പാലക്കാട് ജില്ലയിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, അതുപോലെ തന്നെ മുൻ MP ആയിരുന്ന സഖാവ് NN കൃഷ്ണദാസ് മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ടിന്റെ എണ്ണം അറിയോ? 37,000 വോട്ടാണ്. ഇനി 2021-ലല്ലേ വീണ്ടും തരംഗമുണ്ടായത്? 2021-ൽ വീണ്ടും തരംഗമുണ്ടാകുമ്പോൾ എന്താ പാലക്കാട് സ്ഥിതി? കേരളത്തിൽ ആകെ 3 മണ്ഡലത്തിലേ പുറകോട്ട് പോയിട്ടുള്ളൂ. ഒന്ന് പാലക്കാടാണ്, മറ്റൊന്ന് മഞ്ചേശ്വരമാണ്, കാസർഗോഡാണ്. പാലക്കാട് അപ്പോഴും ഞങ്ങൾക്ക് പുറകോട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് വോട്ടിന്റെ എണ്ണം എത്രയാ? 36,433. ആ 36,433-ൽ നിന്നും ഞങ്ങളിപ്പോ 37,156-ലേക്ക് എത്തി. ചെറിയ കാര്യമാണോ? ഇനി വേർന്നു പോട്ടെ. ഞങ്ങൾ ഏറ്റവും പ്രധാനമായതാ, ഞങ്ങളെ കുറിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് അതിനനുസരിച്ച് കുറഞ്ഞു പോണ്ടേ? ഞങ്ങൾ ഈ പാലക്കാട് മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്താണ്. ആ 3-ാം സ്ഥാനം ഇപ്പോഴും നിൽക്കുന്നു. പക്ഷെ മെച്ചം എന്താ അറിയോ? ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഞങ്ങൾ കൂടി വരുന്നു. നിങ്ങൾ നോക്കൂ, 2021-ൽ ഞങ്ങളും 2-ാം സ്ഥാനത്ത്, ഞങ്ങൾ കേവലം 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളൂ. 3-ാം സ്ഥാനത്തുള്ള 2-ാം സ്ഥാനത്തുള്ള BJP ഞങ്ങൾ നമ്മൾ വോട്ടിന്റെ വ്യത്യാസം എത്രയാ? 13,787. എന്നാൽ 2024 ലോക്സഭയിൽ എത്തിയപ്പോൾ അത് 8,432 ചുരുങ്ങി. ഇപ്പോഴോ വെറും 2,000 വോട്ടായി ചുരുങ്ങി. അതായത് ഞങ്ങൾ ഘട്ടം ഘട്ടമായി 2-ാം സ്ഥാനം, ഞങ്ങൾ ആദ്യം 2-ാം സ്ഥാനത്തേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു സംശയമുണ്ട്, അവിടേക്ക് എത്തും. അവിടെ എത്തുമ്പോഴാണ് ഞങ്ങളൊരു ഏറ്റവും പ്രത്യേകം പറഞ്ഞു. ഇപ്പൊ മഞ്ജുഷ് ചോദിച്ചല്ലോ, ആ നിലയൊരു ക്യാമ്പയിൻ SDPI ജമാഅത്തും നടത്തിയോന്ന്. ഞാൻ പോലും വിവിധങ്ങളായ ഓപ്പൺ ചർച്ചയിലാണെങ്കിലും പലവട്ടം പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താ വിഷയം അറിയോ? ഈ പാലക്കാട് മണ്ഡലത്തിലെ എല്ലാ മുസ്ലിം വീടുകളിലും ചേർന്ന് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും ടീമായി അവർ നോട്ടീസ് കൊണ്ട് പറയുന്നത് എങ്ങനെയാണ്? ഇടതുപക്ഷം ജയിക്കേണ്ടതാണ്, മതനിരപേക്ഷത ഏറ്റവും നന്നായി പറയുന്ന അവരാണ്. പക്ഷേ ഇടതുപക്ഷം ജയിക്കില്ല. ജയിക്കുന്ന ആരാണ്? BJP ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ സ്നേഹമൊക്കെ മനസ്സിൽ വെച്ചോളൂ, നിങ്ങൾ ഇടതുപക്ഷത്തിന് ജയിക്കണമെന്നുള്ള അതൊക്കെ വെച്ചോളൂ. പക്ഷെ നിഷ്പക്ഷമതികളായി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ സമുദായം ചിന്തിക്കേണ്ടത് കോൺഗ്രസിനാണ് എന്ന് പറഞ്ഞ് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും വീട് കയറി ക്യാമ്പയിൻ നടത്തി. ഇത് ശരിയാണോ? എന്റെ ചോദ്യം ഒന്നേ ഉള്ളൂ. ഇലക്ഷൻ ജയിക്കലും തോൽക്കലൊക്കെ രണ്ടാമത്. എന്താ പ്രശ്നം? ഇവിടെ RSSന് ഞങ്ങൾ എപ്പോഴും പറയുന്ന വിഷയം എന്താ? RSS നാട്ടിൽ ഈ ഏറ്റവും കൂടുതൽ മതരാഷ്ട്രം പറഞ്ഞ് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന അതേപോലെ തന്നെ അപകടകരമായ മതരാഷ്ട്രവാദം പറയുന്നവരാണ് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും. ആ SDPIയും ജമാഅത്ത് ഇസ്ലാം കൊണ്ടാണ് ഈ UDF-ന്റെ വിജയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്?
പിന്നെ നിങ്ങൾ കണക്ക് നോക്കൂ. ഇപ്പൊ ചേലക്കരയിലും അതേ കണക്കാ പറഞ്ഞത്. ചേലക്കരയിൽ നിങ്ങളുടെ വോട്ട് വല്ലാണ്ട് കുറഞ്ഞു. എവിടെ കുറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിയമസഭയ്ക്ക് കിട്ടിയ വോട്ട് എത്രയാ? ഇപ്പൊ നിയമസഭയ്ക്ക് കിട്ടിയ ബൈ ഇലക്ഷൻ കിട്ടിയ വോട്ട് 64,827. ഞങ്ങൾക്ക് 2024 ലോക്സഭയിൽ കിട്ടിയതിനേക്കാൾ വോട്ട് കൂടിയേ 64,827. അതേ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോഴാണ്. ഇനി കോൺഗ്രസ് എത്തിയാലും നോക്കൂ, 55,195 വോട്ട് ലോക്സഭയിൽ കിട്ടി ഇതേ രമ്യ ഹരിദാസിന്. ഇപ്പൊ എത്ര കിട്ടി? 52,625. 3000 വോട്ട് കുറഞ്ഞു. പിന്നെ ഒരു കാരണവശാലും രാധാകൃഷ്ണന് കിട്ടും പോലെ ഒരിക്കലും യു ആർ പ്രദീപിന് കിട്ടില്ലല്ലോ. അത് ഇപ്പൊ അവിടെ രാഹുൽ ഗാന്ധി, ഇപ്പൊ പ്രിയ ഗാന്ധി മത്സരിക്കുന്ന പകരം ഇവിടെ ആരെങ്കിലും സ്റ്റേറ്റ് നേതാക്കൾ പോയി അങ്ങനെ കിട്ടുമോ? രാധാകൃഷ്ണന് കിട്ടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണന് കിട്ടാത്തത് യു ആർ പ്രദീപിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി. പക്ഷെ രാധാകൃഷ്ണൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല, ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല യു ആർ പ്രദീപിന്. ഞാൻ ചോദിക്കട്ടെ, 2016 യു ആർ പ്രദീപ് തന്നെ മത്സരിക്കുമ്പോ കേരളത്തിൽ ഇടത് തരംഗം ആഞ്ഞു വീശുന്ന സമയത്ത് യു ആർ പ്രദീപിന് കിട്ടിയ വോട്ട് എത്രയാ? യു ആർ പ്രദീപിന് കിട്ടിയ വോട്ട് 67,731. ഇപ്പൊ കിട്ടിയ 64 സംതിങ് ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? അങ്ങനെ യു ആർ പ്രദീപിന് കിട്ടിയ വോട്ട് അന്നത്തെ ഭൂരിപക്ഷം വല്ലാണ്ട് കുറഞ്ഞു എന്നാണ് ശ്രീകുമാർ പറഞ്ഞത്. എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തില? അന്ന് യു ആർ പ്രദീപിന് കിട്ടിയ വോട്ട് 10,500, ഇപ്പൊ കിട്ടിയതോ 12,200. അപ്പൊ ഒരു നിലയിലും കുറഞ്ഞു പോയിട്ടില്ല, എവിടെയും കുറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇപ്പൊ ചേലക്കരയെ സംബന്ധിച്ച് ശ്രീകുമാർ പറയുന്നതിനേക്കാൾ ഏറ്റവും നന്നായി കെ സി വേണുഗോപാൽ പറഞ്ഞല്ലോ. കെ സി വേണുഗോപാൽ പറഞ്ഞതാ, ശരിയായ രാഷ്ട്രീയ മത്സരം നടക്കുന്നത് ഈ ചേലക്കരയിലാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഇവിടെയാണ്. ഇവിടെ ഞങ്ങൾ ജയിക്കുമ്പോഴേ രാഷ്ട്രീയമായി ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്നുള്ളൂ. കെ സി വേണുഗോപാലും ഈ കോൺഗ്രസിന് വി ഡി സതീശൻ എവിടെയായിരുന്നു? പാലക്കാടുണ്ടോ? ഇല്ല. വി ഡി സതീശൻ ചേലക്കര മാത്രം നിൽക്കാൻ കാരണം എന്താ? അവിടെ ജയിക്കുമ്പോഴേ രാഷ്ട്രീയമായി അവർ ജയിക്കുന്നുള്ളൂ. ഇവിടെ 3-ാം സ്ഥാനത്ത് ഞങ്ങൾ എപ്പോഴും നിൽക്കുന്നു. ആ 3-ാം സ്ഥാനം ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നുണ്ട്. യാതൊരു വ്യത്യാസമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു നിലയിലും കുറവ് വന്നിട്ടില്ല. ഞങ്ങൾ 1000 വോട്ട് 1500 വോട്ട് ഞങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 2-ാം സ്ഥാനത്തുള്ള BJP-യെ ഞങ്ങൾ തൊട്ടടുത്ത് എത്തിക്കുന്നു. അത് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള കാലം നിഷ്പക്ഷമതികളുടെ വോട്ട്, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ന്യൂനപക്ഷത്തിന്റെ വോട്ട്, ഇനി എങ്ങനെ നിങ്ങൾ വോട്ട് മാറ്റി ചെയ്താൽ BJP ജയിക്കുമെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടോ ഞങ്ങൾ ജയിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള മണ്ഡലമാണ് ഈ മണ്ഡലമെന്ന് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ശ്രീകുമാർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള ഒരു വികാരമാണ് ഉണ്ടാവുന്നെങ്കിൽ അത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ കാണണമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇവിടെ കണ്ടിട്ടില്ല. എണ്ണയിട്ട യന്ത്രം പോലെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനമാകുന്നത് ഞങ്ങൾ കൃത്യം നടത്തിയല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് കൂടിയത്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ പരസ്യം കൊടുത്തതിലാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും തീർച്ചയായും ഞങ്ങൾക്ക് ഉണ്ടായ സ്വീകാര്യത, ഞങ്ങൾക്കുള്ള വോട്ട് വന്നു. ഞങ്ങൾ പ്രതീക്ഷത്ര വന്നില്ല എന്നുള്ള വസ്തുതയാണ്. ഞങ്ങൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ ഒരു 2-ാം സ്ഥാനം ഇപ്പൊ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തനം പ്ലാൻ ചെയ്ത് അങ്ങനെയാണ്. പക്ഷെ അത് എത്തിയില്ല എന്ന വസ്തുതയാണ്. പക്ഷെ ഒരു നിലയിലും ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടായില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ 21-നേക്കാൾ മെച്ചപ്പെട്ട വോട്ട് ഇവിടെ എത്തിയതും ചേലക്കരയിൽ 2016 യു ആർ പ്രദീപിനുള്ളതിനേക്കാൾ 2000 വോട്ട് അധികം വന്ന് ചേലക്കരയിൽ രാഷ്ട്രീയ വിജയം നേടിയതും ഗവൺമെന്റിനെതിരായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് 3-ാം ഗവൺമെന്റ് എന്നുള്ള ചർച്ച വരുന്നത്. എന്തുകൊണ്ടാ? എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് എത്താൻ കഴിയില്ല ഏറ്റവും വലിയ തെളിവാണ്. പിന്നെ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഈ വിജയം എന്തൊക്കെ പറഞ്ഞാലും SDPI-യെയും RSS-നെയും ഒരുപോലെ ചേർത്ത് നിൽക്കുന്ന കോൺഗ്രസിന്റെ ഈ നയം ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസിന്, UDF-ന്, ശ്രീകുമാർ ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ്. CPM-ന് അതേ നിലപാട് തന്നെയാണ്. ഡോർ ടു ഡോർ ക്യാമ്പയിൻ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി. അവിടുത്തുകാരനാണ്, പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നയാളാണ്. അല്ല, ഇതില് ശശി എവിടുത്തുകാരനാണെന്നുള്ളതല്ല പ്രശ്നം. CPM-ന്റെ ഇപ്പോഴത്തെ നയമായിരിക്കാം ശശി പറഞ്ഞത്. അതായത് അവർക്ക് വോട്ട് കൂടി പാലക്കാട്, എന്നിട്ടോ 3-ാം സ്ഥാനത്ത് നിന്നും 2-ാം സ്ഥാനത്തും എത്തിയില്ല, 1-ാം സ്ഥാനത്തും എത്തിയില്ല, 3-ാം സ്ഥാനത്ത് തന്നെ കിടന്നു. എന്നിട്ട് വോട്ട് കൂടി. അതിൻ്റെ അർത്ഥം എന്താ? LDF ഗവൺമെൻറ് വിരുദ്ധ വികാരമല്ല. നമ്മൾ ചർച്ച ചെയ്യാത്തൊരു വിഷയമുണ്ട്. പ്രിയങ്ക ഗാന്ധി വയനാട് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയി. കേരളത്തിലല്ലേ വയനാട്? 7 അസംബ്ലി മണ്ഡലങ്ങളില്ലേ? അവിടെ LDF വിരുദ്ധ വികാരം കുറഞ്ഞതുകൊണ്ടാണോ പ്രിയങ്കയ്ക്ക് ഭൂരിപക്ഷം കൂടിയത്? ആ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ LDF വിരുദ്ധ വികാരമുണ്ട്. അത് മനസ്സിലാക്കണം. വയനാട് ലോക്സഭാ മണ്ഡലം 1 ഉള്ളൂ, അസംബ്ലി മണ്ഡലങ്ങൾ 7. അതാദ്യം മനസ്സിലാക്കോ. 2. മൂന്നാമത്തെ ചേലക്കരയിലെ 39,000-ൽ നിന്നും 12,000-ആയി കുറഞ്ഞിട്ടും LDF വിരുദ്ധ വികാരമില്ലെന്ന് ഒരു CPM പ്രതിനിധി പറഞ്ഞാൽ ഞാൻ എന്ത് ഉത്തരം പറയാനാ മഞ്ജുഷേ? നമുക്ക് പറഞ്ഞിരിക്കാം, എന്താ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ CPM അവിടെ വർക്ക് ചെയ്തതുപോലെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ CPM അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല.
ഇവിടെ രണ്ട് മന്ത്രിമാരും മുൻ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ചേലക്കരയിൽ നിലനിർത്തണമെന്ന ആവേശത്തിൽ അവിടെ തന്നെ തമ്പടിച്ച് പ്രവർത്തിച്ചു. ഒരു പൊതു തിരഞ്ഞെടുപ്പിന് ഇത് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നിട്ടും വോട്ട് കുറഞ്ഞത് LDF വിരുദ്ധ വികാരം കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ഓരോ വീട്ടിലും പോയിട്ട് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ വോട്ട് അഭ്യർത്ഥിച്ച് കാണും. CPM വിരോധമുള്ളവർ അങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നിവർക്ക് പറയാൻ കുഴപ്പമില്ല. പക്ഷെ 3000-ൽ നിന്നും 18,000 വോട്ടായി വർദ്ധിച്ചത് ഇന്നാണ്. ഇന്നലെയും മിനിഞ്ഞാന്ന് ഇവർ പറഞ്ഞതെന്താ, ഇവർ 1ാം സ്ഥാനത്തെത്തുന്നല്ലേ. അപ്പൊ അന്ന് ഈ ഡോർ ടു ഡോർ ക്യാമ്പയിൻ അവർ കണ്ടില്ലേ? അന്നവരെന്താ പറഞ്ഞത്? SDPയുടെ പിന്തുണ തേടുന്നു, വർഗീയത തേടുന്നു. പക്ഷെ ജയിക്കുന്നു പറഞ്ഞില്ലല്ലോ UDF. ജയിക്കുന്നു പറഞ്ഞില്ലല്ലോ. ജയിക്കുന്നു പറഞ്ഞാൽ അവർ തന്നെയാണ്. ആര്? CPM ജയിക്കും. പക്ഷേ SDPI വോട്ട് കോൺഗ്രസിന്, എന്നാലും ഞങ്ങൾ ജയിക്കും. എന്നിട്ട് ഇന്ന് പറയുന്നത് എന്താ? SDPI വോട്ട് ചെയ്ത് കോൺഗ്രസ് ജയിച്ചു. 2 ദിവസം മുമ്പ് പറഞ്ഞ ജനങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട്. ഉള്ള കാര്യം ശശി മനസ്സിലാക്കൂ. കേരളത്തിലെ ഗവൺമെന്റ് വിരുദ്ധ വികാരം ആഞ്ഞടിച്ചതിന്റെ തെളിവാണ് ചേലക്കരയിൽ നിങ്ങൾ കഷ്ടിമുഷ്ടി അങ്ങോട്ട് ജയിച്ചു കയറിയത്. മനസ്സിലായോ? അവിടെ K. രാധാകൃഷ്ണനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5000 വോട്ടിലെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ച രമ്യ ഹരിദാസ് അവിടെ തോറ്റു. മാന്യമായ തോൽവിയെ കോൺഗ്രസിന്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, കോൺഗ്രസ് അവിടെ നന്നായി പ്രവർത്തിച്ചു, പക്ഷേ വേണ്ടത്ര രീതിയിൽ ഫലം വന്നില്ല. അവിടെ കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ദുർബലമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത്. ആ ദൗർബല്യം അവർ മാറ്റാൻ ശ്രമിക്കണം എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് നൽകുന്ന പാഠം. അതാണ് കോൺഗ്രസ് പറയുന്നത്. ചേലക്കരയിൽ നിന്ന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഞങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞാൽ അത് അവർ പറയുന്നത് എന്താണ്? അവിടെ ഞങ്ങളുടെ സംഘടനാ ദൗർബല്യമുണ്ട് എന്നൊരു സമ്മതമാണത്. ഇവിടെ പാലക്കാട് ജയിച്ചു. പാലക്കാട് ജയിച്ചുകൊണ്ട് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതേ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ പാലക്കാട്ട് CPM ഉണ്ടാക്കിയ ബഹളം, വിവാദങ്ങൾ, ഇതെല്ലാം മറികടന്നുകൊണ്ട് വ്യക്തിപരമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപം, ഇതെല്ലാം മറികടന്നുകൊണ്ട് അത് CPM ഒറ്റയ്ക്കല്ല, കൂട്ടിന് BJP ഉണ്ട്. എന്നിട്ട് പാണക്കാട് തങ്ങളെ, സന്ദീപ് വാര്യരെ, അങ്ങനെ തുടങ്ങി എല്ലാ VD സതീശൻ വിരുദ്ധത എല്ലാം കൊണ്ടുവന്നിട്ടും അവിടെ CPM-ന് 3ാം സ്ഥാനത്ത് നിന്നും കയറാൻ കഴിയാതിരുന്നത് ഗവൺമെന്റ് വിരുദ്ധ, പിണറായി വിരുദ്ധ, CPM വിരുദ്ധ, LDF വിരുദ്ധ നിലപാടാണ്. വയനാടിൽ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായ വിധി ഇവരെന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയില്ല. രാഹുൽ ഗാന്ധി മറ്റേ ഹിന്ദു വർഗീയത, മൃദു ഹിന്ദു വർഗീയത കൊണ്ടുവന്നു. ഇതൊക്കെ പറഞ്ഞ് ഇവരെന്നല്ലേ. എന്നിട്ട് എങ്ങനെ അവിടെ തോറ്റത്? LDF-ന്റെ അല്ലേ? മഞ്ജുഷേ ഞാൻ പറയാം. മഞ്ജുഷ ഇടയ്ക്ക് ഇടപെടരുത്. ഞാൻ പറയാം. നോക്കൂ, പ്രിയങ്ക ഗാന്ധി, ഞാൻ ഒരല്പ പുറകോട്ട് പോയി പറയാം. പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് മത്സരിക്കണമെന്നുള്ളത് കോൺഗ്രസിനകത്ത് ഒരുപാട് പേര് പറഞ്ഞതാണ്. നോക്കൂ, കോൺഗ്രസിന്റെ ഉത്തർപ്രദേശിലെ DCC അധ്യക്ഷൻ തന്നെ പറഞ്ഞു, സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു, പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം, മത്സരിച്ചു കഴിഞ്ഞാൽ വലിയ വിജയം ഉണ്ടാവും. അന്ന് മത്സരിച്ചില്ല. എന്തായിരുന്നറിയോ? പേടിച്ചിട്ട് സംഘപരിവാർ രാഷ്ട്രീയത്തെ, BJP-യുടെ, RSS-ന്റെ, നരേന്ദ്രമോദിയെ പേടിച്ച് അവിടെ മത്സരിക്കാതെ വീട്ടിൽ പോയി കരക്ക് കയറിയിരുന്നു. പിന്നെ എന്ത് കാരണത്താലാണ് മത്സരിക്കുക? ഇവിടെ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ച്, എന്നിട്ട് നോർത്തിൽ മത്സരിക്കുമെന്ന് പറയാതെ പിന്നെ അവിടെ പോയി മത്സരിച്ച് ഈ വയനാട് സീറ്റ് ഒഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നു. ഈ പറയുന്ന വലിയ വാചകം അടിക്കുന്ന ആൾക്കാർക്ക് UP-യിൽ ഒരിടത്ത് പോയി നിന്ന് ജയിച്ച് കാണിച്ചിട്ടായിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നു. ഏറ്റവും സേഫ് ആയിട്ടുള്ള, ഞങ്ങള് വയനാട്ടിൽ ജയിക്കത്തില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ നിർത്തിയ സ്ഥാനാർത്ഥി തോക്കുമെന്ന് നമ്മൾ പറയണോ? അത് എന്ത് അർത്ഥത്തിലാണ് ഇവർ പറയുന്നത്? നമ്മൾ ഫൈറ്റ് നടത്തുന്നത് ഏത് പാർട്ടി ആയിക്കോട്ടെ, BJP-യോ കോൺഗ്രസോ ഏത് പാർട്ടി ആയിക്കോട്ടെ, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നിർത്തുക എന്നുള്ളതാണ്, നമ്മൾ അവരെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്, അവസാന നിമിഷം വരെ പോരാടുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജോലി. അത് നമ്മുടെ രാഷ്ട്രീയ മര്യാദയാണത്. ഈ പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നത് തന്നെ ഈ പറഞ്ഞ പാർലമെന്റിൽ പോകാനുള്ള എളുപ്പമാർഗമാണ്. അത് കോൺഗ്രസ് പറഞ്ഞ പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറഞ്ഞുമ്പോഴത്തേന് ഇവര് പഞ്ചമുച്ചു അടക്കി ഈ പറയുന്ന പ്രോസ്ട്രേറ്റ് ചെയ്ത് അവിടെ കിടക്കും. അതൊന്നും കേൾക്കാൻ ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങൾ മൊത്തത്തിലൊന്നുമില്ല. വയനാട്ടിലെ ഈ പറഞ്ഞ പോലെ അവർ ജയിക്കട്ടെ. കോൺഗ്രസ്സുകാർക്ക്, ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സ്ഥാനമാനങ്ങൾ വേണ്ടതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധി ആയതുകൊണ്ട് അവരെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും.
അതൊന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യവും നമ്മൾ കേൾക്കേണ്ട കാര്യവും ഇല്ല. അതവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നോക്കൂ, UR പ്രദീപിന് കിട്ടിയ ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ CPM പ്രതിനിധി പറഞ്ഞല്ലോ, ഭൂരിപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. വോട്ട് ഷെയറിലുള്ള ഇത് വലിയ മാറ്റം അതിനകത്ത് വന്നിട്ടില്ല. പക്ഷെ ശ്രീകുമാരേട്ടൻ പറയുന്നത് എന്താ? ഇത് ഭരണവിരുദ്ധ വികാരമാണ്. നിങ്ങളിത് പറഞ്ഞോന്നേ. ഇതേ ശ്രീകുമാരേട്ടൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഈ നാട്ടിൽ. ശ്രീകുമാരേട്ടൻ എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പിൻവലിക്കുന്നു. കോൺഗ്രസ്സുകാർ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം CPM അധികാരത്തിൽ വരുന്ന സമയത്തും നിങ്ങൾ ഇവിടെ ഭരണവിരുദ്ധം അങ്ങ് നടക്കുകയാണ്, ഇവിടെ പിണറായി വിജയനെ ആർക്കും വേണ്ട, CPM നശിച്ചു, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതല്ലേ? എന്നിട്ട് എന്തായി? ഞങ്ങൾ ഇതിനെ കാണുന്നത്, ഞാൻ ഇതിനെ കാണുന്നത് CPM കാണുന്ന രീതിയിൽ നിന്നുള്ളതല്ല ഞാൻ കാണുന്നത്. ഞാൻ ചിലപ്പോൾ ഇച്ചിരി വ്യത്യസ്തമായിരിക്കും കാണുന്നത്. പാലക്കാട്ടെ തോൽവി അവിടെ നിൽക്കട്ടെ. ഞങ്ങളോട് ചേലക്കര കുറച്ച് കാര്യങ്ങൾ പറയുന്നു. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കോട് ചേലക്കര ചില കാര്യങ്ങൾ പറയുന്നു. എന്ത്? ഇവർ പറയുന്ന രീതിയിൽ, മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കി വിടുന്ന രീതിയിൽ ജനങ്ങൾ അത്രയും അപ്സെറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. ഈ പറയുന്ന മാധ്യമങ്ങളിൽ കൂടെ വരുന്ന വാർത്ത പൂർണ്ണമായും ജനം വിശ്വസിക്കുന്നില്ല. ജനം CPM കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ 12,000 പേരൂടെ തിരിച്ച് അപ്പുറത്ത് അങ്ങോട്ട് ചെയ്താൽ പോരായിരുന്നു? ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ അങ്ങ് തോപ്പിച്ചാൽ പോരായിരുന്നോ? അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധി തോറ്റിട്ടുള്ള നാടല്ലേ ഇത്? അല്ലേ? ഈ പറഞ്ഞ നായനാർ തോറ്റിട്ടില്ലേ ഈ നാട്ടില്? കർണാരൻ തോറ്റിട്ടില്ലേ? അപ്പൊ പിന്നെ ഒരു UR പ്രദീപിനെ തോപ്പിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രബുദ്ധത ഇല്ലെന്നാണോ കരുതിയിരിക്കുന്നത്? പക്ഷെ അതല്ല നമ്മൾ പറയുന്ന രാഷ്ട്രീയം. മാധ്യമങ്ങൾ കൂടെ വരുന്നില്ല എങ്കിലും നമ്മൾ വീട്ടിൽ പോയി പറയുന്ന രാഷ്ട്രീയം, എൻഗേജ് ചെയ്യുന്ന രാഷ്ട്രീയം ജനം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. ഭൂരിപക്ഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്ന് നിങ്ങൾ പറഞ്ഞില്ലേ 35,000 നിന്ന് അല്ലെങ്കിൽ 39,000 നിന്ന് 12,000 കുറഞ്ഞ ഈ പറയുന്ന വ്യത്യാസമാണ് ഈ സംസ്ഥാനത്ത് മൊത്തം വരുന്നതെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർക്ക് സ്ഥാപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥാപിച്ചോളൂ. ശരി, എന്തായാലും ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള കാര്യം UDF-ഉം കോൺഗ്രസും ഉയർത്തിക്കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ചേലക്കരയിൽ ഭൂരിപക്ഷം കുറഞ്ഞതുകൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല പാലക്കാട് 3-ാം സ്ഥാനത്ത് തന്നെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് LDF. അതുകൊണ്ട് ഈ വിഷയം വരും ദിവസങ്ങളിലും ചർച്ചാ വിഷയമായി തന്നെ നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ഫൈൻ ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരമില്ലെന്നതിന് തെളിവാണോ? അതെ എന്ന് 33% പ്രേക്ഷകർ മാത്രം, അല്ല എന്ന് 64%. അതായത് ഭരണവിരുദ്ധ വികാരത്തിന് തെളിവാണ് എന്നാണ് 64% പ്രേക്ഷകർ പറയുന്നത്. ഫൈൻ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ ഘട്ടങ്ങളിലും ആ നിലയിൽ